അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ജിഹാദ് ഓർ ദഹ്ശത് ഗർദി എന്ന പാഠമാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് ജിഹാദും അതുപോലെ ഭീകരവാദവും രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇസ്ലാമിനെ തന്നെ വളരെ നിജമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ജിഹാദ് അതുപോലെ ദഹ്ശത് ഗർദി എത്തരത്തിലാണ് വേർപെട്ട് കിടക്കുന്നത് എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. मौलाना अब्दुल वहाब खलजी, जिहाद कुरान और हदीस की रोशनी में एक वाज़ेह अमल और इज्तिमाई फरीज़ा है जिससे इनकार नहीं किया जा सकता. रसूल अकरम सल्लल्लाहु अलैहि वसल्लम ने जिहाद को इस्लाम की सबसे ऊंची चोटी करार दिया है. जिहाद एक मशरू अमल है. शरीयत इस्लामी में जिहाद की तरगीब दिलाई गई है, जबकि दहशत गर्दी और फितना और फसाद को इस्लाम ने जड़ से उखाड़ फेंकने की हिदायत दी है. इरशाद बारी है, वला तुफसिदू फिल अर्ज़ि बाद इस्लाहिहा. इस्लाम जिहाद को हक़ की नुसरत, जुल्मत और ज़ियादती से दिफा, अमन व सलामती की पायेदारी और अदल व इंसाफ कायम करने के लिए मशरू करार दिया है, ताकि अल्लाह ताला की इस रहमत और शफ़क़त से अहले जहाँ बहरावर हो सके, जिसके लिए अल्लाह ताला ने इमामुल अंबिया मुहम्मद सल्लल्लाहु अलैहि वसल्लम को मबऊस फरमाया. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് നോക്കാം. മൗലാന അബ്ദുൽ വഹാബ് ഖൽജി എന്നവരുടെ അഭിപ്രായമാണ്, ജിഹാദ് ഖുർആൻ और ഹദീസ് की रोशनी में एक वाज़ेह अमल है. ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ഒരു വ്യക്തമായ, ഒരു ക്ലിയറായിട്ടുള്ള, സ്പഷ്ടമായ ഒരു അമല് തന്നെയാണ്, ഒരു ഇസ്ലാമിൻ്റെ സൽക്കർമ്മമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു അമല് തന്നെയാണ് ജിഹാദ് എന്നത്. और इज्तिमाई फरीज़ा है, അതുപോലെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ്. ജിസ്സെ ഇൻകാർ നഹി കിയാ ജാ സക്ത, അതൊരിക്കലും ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കില്ല. റസൂൽ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ने जिहाद को इस्लाम की सबसे ऊंची चोटी करार दिया है. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദ് എന്നതിൻ്റെ ഇസ്ലാമിൻ്റെ പരമോന്നതിയായിട്ട്, ഏറ്റവും അത്യുന്നതിയായിട്ടാണ് ജിഹാദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിരിക്കുന്നത്. ജിഹാദ് एक मशरू अमल है. ജിഹാദ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅക്കിയ ഒരു അമൽ തന്നെയാണ്, ഒരു പ്രവൃത്തി തന്നെയാണ്. ശരീഅത്തെ ഇസ്ലാമി में ജിഹാദ് की तरगीब दिलाई गई है. ഇസ്ലാമിക ശരീഅത്തിൽ ജിഹാദിനെ നന്നായി പ്രേരിപ്പിച്ചിട്ടുണ്ട്. जबकि ഏതവസരത്തിൽ ദഹ്ശത് ഗർദി और ഫിത്ന और ഫസാദ് के इस्लाम ने जड़ से उखाड़ फेंकने की हिदायत दी है. ഏതവസരത്തിലാണ് ജിഹാദിനെ ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ഭീകരവാദവും അതുപോലെ കലാപവും അതിനെ വേരോടെ പിഴുതെറിയാൻ, ഫിത്ന ഫസാദ് കോ ഇസ്ലാമിനെ ജഡ് സെ ഉഖാഡ് ഫേങ്കനെ കി, അതിനെ വേരോടെ പിഴുതെറിയാൻ ഹിദായത്ത് ദി ഹെ, ഇസ്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇർഷാദെ ബാരി ഹെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ആ ഭൂമിയിൽ നല്ല നിലയ്ക്ക് നിൽക്കുന്ന അവസരത്തിൽ നിങ്ങൾ അവിടെ ഫസാദ് ഉണ്ടാക്കാനിരിക്കരുത്. അവിടെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അവിടെ കലാപങ്ങൾ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇസ്ലാം ജിഹാദ് കോ ഹഖ് കി നുസ്രത്ത്, ഇസ്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ജിഹാദിനെ ശറഅക്കിയിട്ടുള്ളത്? ഹഖ് കി നുസ്രത്ത്, സത്യത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. സുൽമോ സിയാദത്തി സെ ദിഫ, അതുപോലെ അക്രമത്തിനെയും സുൽമോ സിയാദത്തി മുതറാദിഫ് ഹെ, അതിക്രമങ്ങളെ തടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അമ്നോ സലാമത്തിക്ക് പായേദാരി, അതുപോലെ അന്ന് ഈ ലോകത്ത് ശാന്തത, സൗഖ്യം അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. പായേദാരി യാനി സാബിത് കർണ, അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓർ അതിലോ ഇൻസാഫ് കായം കർണ കെ ലിയെ, ഈ ലോകത്ത് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മഷ്റൂ ഖറാർ ദിയാ ഹെ, ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ശറഅക്കിയിട്ടുള്ളത്. ताकि अल्लाह ताला की इस रहमत और शफ़क़त से अहले जहाँ बहरावर हो सके. എന്തിനെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് കൊണ്ടും അല്ലാഹുവിൻ്റെ കൃപ കൊണ്ടും അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അഹ്ലെ ജഹാൻ ബെഹ്റാവർ ഹോ സക്കെ, ഈ ലോകത്തുള്ള എല്ലാ ഓരോരുത്തരും ബെഹ്റാവർ ഹോ സക്കെ. ബെഹ്റാവർ ഹോന യാനി ഖുഷ് ഖിസ്മത്ത് ഹോന, അതുകൊണ്ട് ഭാഗ്യം ലഭിച്ചവരാവണം. ലോകത്ത് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിന് ഭാഗ്യം ലഭിച്ചവരാകണം എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ജിഹാദിനെ ഇത്തരത്തിലാണ് ശർആക്കിയിട്ടുള്ളത്. जिसके लिए अल्लाह ताला ने इमामुल अंबिया മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം को मबऊस फरमाया. ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമുൽ അംബിയ
പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത്. ताकि എന്തിനെന്ന് വെച്ചാൽ वो लोगों को जहालत के तंग को तारीख रास्ते से निकाल कर എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത്? ലോകം കോ ജഹാലത് കെ തംഗ് കോ താരീഖ് രാസ്തേ സെ, അജ്ഞതയുടെ ഇടുങ്ങിയ ഇടുങ്ങിയിട്ടുള്ള താരീഖ് രാസ്തേ സെ, ഇരുൾ മൂടിയ ആ വഴികളിൽ നിന്ന് നിക്കാൽക്കർ അവരെ, ആ ജനങ്ങളെ പുറത്തെടുത്തിട്ട് ഇസ്ലാം കി റോഷൻ ഷാഹ്രാഹ് പർ ഗാംസൻ കർ സക്കേ, ഇസ്ലാമിൻ്റെ വെളിച്ചമാകുന്ന ആ ഷാഹ്രാഹ് പർ, വെളിച്ചമാകുന്ന ആ രാജവീതിയിൽ ഗാംസൻ കർ സക്കേ, ആ വഴിയിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ, വളരെ ആ ഇസ്ലാമിൻ്റെ രാജവീതിയിൽ കുതിര പോലെ അത്രയും അതിവേഗം അതിശീഘ്രം കുതിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമാകുന്ന ആ വെളിച്ചത്തിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. और उसके जरिया दहशतगर्दी और अपनी तमाम शक्लों में ख़त्म हो सकें. ഇതിലൂടെ തന്നെ ഭീകരവാദത്തിൻ്റെയും അതുപോലെ ഭീകരവാദത്തിൻ്റെ മറ്റെല്ലാ രൂപങ്ങളും ഇതിലൂടെ തന്നെ പൂർത്തിയാക്കാൻ, അതിലൂടെ തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിൻ്റെ ആ വെളിച്ചമാകുന്ന ആ രാജവീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ, ആ തനതായ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. जिहाद की मशरूइयत इसलिए भी है कि उसके ज़रिए आवाम को उन लोगों से भी तहफ़्फ़ुज़ मिल सके. ജിഹാദ് ഷറആക്കിയതിൻ്റെ മറ്റൊരു ലക്ഷ്യം ഇതുകൂടിയാകുന്നു. ജിഹാദ് കി മശ്റൂഇയ്യത്ത് ഇസ്ലിയെ ബി ഹേ കെ, എന്തിനെന്ന് വെച്ചാൽ ഉസ്കെ സരിയ, ഇതിലൂടെ അവാംക്ക് പൊതുജനങ്ങൾക്ക് ഉൻ ലോഗോൻ സെ ബി തഹഫ്ഫുസ് മിൽ സക്കെ, ഇത്തരത്തിലുള്ള ജനങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കും. ജോ അപ്നെ തൗസീ പസന്ദ് അസായിം കെ സരിയ, തൻ്റെ രാജ്യം വിശാലമാക്കണമെന്ന ആഗ്രഹപ്രകാരം, ജോ അപ്പിനെ തൗസീ പസന്ദ് അസായിം കെ സരിയ, തൻ്റെ രാജ്യം വെട്ടിപ്പിടിക്കണം, രാജ്യം വിശാലമാക്കണം എന്ന ആഗ്രഹപ്രകാരം ദൂസറോं की ज़मीन, മറ്റുള്ളവരുടെ ഭൂമിയും, ഓർ വതൻ, മറ്റുള്ളവരുടെ നാടും, വതൻ പർ നാജായിസ് കാബിസ് ഹോനാ ചാഹത്തെ ഹെ, അന്യായമായി പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നു. അവരിൽ നിന്ന്, അങ്ങനെ അന്യായമായി പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് സംരക്ഷണമേകാൻ വേണ്ടിയിട്ടാണ്, അതിനുകൂടെയാണ് ഇസ്ലാം ജിഹാദിനെ ശറആക്കിയിട്ടുള്ളത്. उनके मकासद के मालो मता और कौमी अमलाक को गस्ब करना और दूसरों की ज़मीन ज़ोर ज़बरदस्ती से हत्या कर ख़ुद को इस जगह आबाद करना और उसके असली बाशिंदों या मालिकान को निकाल कर बाहर करना भी शामिल है. അവരുടെ ഉദ്ദേശത്തിൽപ്പെട്ട മാലോമത്ത, സമ്പത്ത്, ഈ ദുന്യാവിലുള്ള ചരക്കുകളും, ഓർ കൗമി അംലാക്ക്, അതുപോലെ അവരുടെ പൊതുവിലുള്ള അവരുടെ സ്വത്തുകളും, അതിനെ ഗസബ് കർണ, അവയെ അപഹരിക്കലും, ഓർ ദൂസറോं की ज़मीन, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭൂമി, സോറോ ജബർദസ്തി സെ, ബലം പ്രയോഗിച്ചുകൊണ്ട്, സോറോ ജബർദസ്തി സെ, ബലം പ്രയോഗിച്ചുകൊണ്ട്, ഹത്യാക്കർ, അതിനെ അവരിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട്, ഖുദ് കോ ഇസ് ജഗ ആബാദ് കർണ, സ്വന്തത്തെ ആ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയും, ഓർ ഉസ്കെ അസ്ലി ബാഷിന്ദോ, ആ നാട്ടിലെ യഥാർത്ഥ നിവാസികളെ, യാ മാലിക്കാൻകോ, ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളെ, നിക്കാൽ ബാഹർ കർണ, അവിടെ നിന്ന് പുറത്തേക്കിടലും, അവിടുന്ന് പുറത്തേക്കിട്ട് അവിടുന്ന് അകറ്റാൻ ശ്രമിക്കലും ഷാമിൽ ഹേ, ഈ ജിഹാദിൻ്റെ ഭാഗത്തിൽ, ഈ ജിഹാദിൻ്റെ മാനയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അഥവാ മറ്റുള്ളവരുടെ ഭൂമി അനധികൃതമായി കൈയടക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട് അവർക്കെതിരെ പോരാടലും ഇസ്ലാമിൻ്റെ ജിഹാദിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ഇസ്ലാമിക ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ജിഹാദ് ഉൻ ലോഗോं के खिलाफ भी किया जाना मशरू है. ജിഹാദ് ഇവർക്കെതിരെ നടത്തലും ശർആക്കപ്പെട്ടതാണ്. जो दूसरों की आबादियों और शहरों पर मुजाहरा करके, മറ്റുള്ളവർ വസിക്കുന്ന നാടുകളിൽ, അവരുടെ പട്ടണങ്ങളിൽ മുസാഹറ കർക്കെ, അവിടെ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട്, യാ ജബർദസ്തി സെ, ബലം പ്രയോഗിച്ചുകൊണ്ട്, ഖബ്സേക്ക് കോശിഷ് കർത്തേ ഹെ, അവരുടെ നാടുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും ജിഹാദ് ശർആക്കപ്പെട്ടിട്ടുണ്ട്. ഉൻ ലോഗോं के खिलाफ भी ജിഹാദ് മശ്റൂ ഹെ, ഇത്തരത്തിലുള്ള ജനങ്ങൾക്കെതിരെയും ജിഹാദ് നടത്തൽ ശർആക്കപ്പെട്ടിട്ടുണ്ട്. जो अफराद व अक़वाम के दरमियान अहद शिकनी और बददियानती के मुर्तकिब होते हैं, എത്തരത്തിലുള്ള ജനങ്ങളാണ് അവർ. ഉൻ ലോഗോं के खिलाफ भी ജിഹാദ് മശ്റൂ ഹെ, ജോ എത്തരത്തിലുള്ള ജനങ്ങളെ അഫ്രാദ് അഖ്വാം കെ ദർമിയാൻ, അഥവാ ജനങ്ങൾക്കിടയിലുള്ള, അവരിലെ ഓരോ വ്യക്തികൾക്കിടയിലുള്ള അല്ലെങ്കിൽ സമൂഹങ്ങൾ തമ്മിലുള്ള അഹദ് ഷിക്കനി, കരാർ ലംഘനം നടത്തുന്നവർ, ബദ്ദിയാനത്തി, വിശ്വാസ ലംഘനം നടത്തുന്നവർ, ബദ്ദിയാനത്തിക്ക് മുർത്തക്കിബ്, വിശ്വാസ ലംഘനം പോലത്തെ കുറ്റകരമായ കാര്യങ്ങൾ ചെയ്യുന്നു, അത്തരത്തിലുള്ള ജനങ്ങൾക്കെതിരെയും
जिहाद शरआकപ്പെട്ടിട്ടുണ്ട്. इसी तरह इप्रकार തന്നെ मुसलमानों को फितनों फसाद और ज़रर रसा आमाल से छुटकारा दिलाने की जिद्दोजहद भी जिहाद में शामिल है. ഇത്തരത്തിൽ തന്നെ മുസൽമാനോ को മുസ്ലിമീങ്ങളെ ഫിത്നോ ഫസാദ് ഫിത്നയും ഫസാദും और ज़रर रसा आमाल അഥവാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും छुटकारा दिलाने की അവർക്ക് ആ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിത്തരുന്ന ജിദ്ദോജുഹദ് അത്തരത്തിലുള്ള ശ്രമങ്ങളും മുസ്ലിമീങ്ങൾക്ക് ഫിത്നയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വല്ല യത്നങ്ങളും വല്ല പരിശ്രമങ്ങളും ആരെങ്കിലും നടത്തുന്നുണ്ടോ, ആ പരിശ്രമവും മുസ്ലിമീങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രയാസങ്ങളെ അകറ്റാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള പ്രയത്നങ്ങൾ നടത്തുന്നുവോ അതും ജിദ്ദോജുഹദ് ബി ജിഹാദ് മേ ഷാമിൽ ഹെ. അതും ജിഹാദി എന്ന കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഉൻ ലോഗോं के खिलाफ भी जिहाद मशरू है. ഇത്തരത്തിലുള്ള ജനങ്ങൾക്കെതിരെയും ജിഹാദ് ശർആക്കപ്പെട്ടിട്ടുണ്ട്. जो लोगों के माल और जायदाद को सल्ब कर लें, ജനങ്ങളുടെ സമ്പത്തുകളെ, അവരുടെ സമ്പത്ത് ജായദാദ്, അവരുടെ സ്വത്തുക്കളെ സലിബ് കർലേങ്, അവകളെയെല്ലാം പിടിച്ചു പറ്റുകയും അതെല്ലാം പിടിച്ചടക്കുകയും യാ ജഹാ മുസൽമാനോക്കോ, എവിടെയാണോ അല്ലെങ്കിൽ എവിടൊക്കെയാണോ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമി താലീമാത്ത് ഇഷാഅത്ത്, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ പരത്തുവാനും അത് വ്യാപിപ്പിക്കുവാനും, ഇഷാഅത്തോ ബേദാരി, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ പരത്തുവാനും അത്തരത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങളെ കൊണ്ട് ജാഗ്രത ഉണ്ടാക്കാനും ബേദാരി പൈദാ കർണേക്ക് ആസാദീനഹോ, എവിടൊക്കെയാണോ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കാനോ അതുകൊണ്ട് ആ അധ്യാപനങ്ങളിൽ ജാഗ്രത ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തത്, അവിടെയും ജിഹാദ് ശർആക്കപ്പെട്ടിരിക്കുന്നു. ഇർഷാദ് ഇലാഹി ഹെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വാക്കുണ്ട്, जिन लोगों ने तुमसे दीन के बारे में लड़ाई नहीं लड़ी और तुम्हें जलावतन नहीं किया, उनके साथ सुलूक और एहसान करने और मुनसिफाना भले बर्ताव करने से अल्लाह ताला तुम्हें नहीं रोकता. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ നിങ്ങൾക്കറിയോ? ജിൻ ലോഗോനെ, ഏതൊക്കെ വ്യക്തികളാണോ തുംസെ ദീൻ കെ ബാരെ മേ ലടായി നഹി ലടി, ദീനിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ നിങ്ങളുമായിട്ട് അക്രമങ്ങൾ നടത്താത്ത, നിങ്ങളുമായിട്ട് വഴക്ക് കൂടാത്ത, തുമെ ജലാവത്തൻ നഹിക്കിയ, ദീനിൻ്റെ പേരിൽ നിങ്ങളെ നാടുകടത്തുകയും ചെയ്യാത്ത ആരൊക്കെയുണ്ടോ, ഉൻകെ സാത്ത്, അവരുടെ കൂടെ, നിങ്ങൾ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ നാടുകടത്താത്ത എവിടൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും ഉൻകെ സാത്ത്, അവരുടെ കൂടെ, സുലൂക്ക് എഹ്സാൻ കർണെ, അവരുടെ കൂടെ നല്ല രീതിയിൽ പെരുമാറാനും അവർക്ക് നന്മ ചെയ്തു കൊടുക്കാനും, ഓർ മുൻസിഫാന, നീതിയുക്തമായ രീതിയിൽ, ഭലേ ഭർത്താവോ കർണേസെ, നല്ല രീതിയിൽ പെരുമാറുവാനും അല്ലാഹു തആല തുമേ നഹി റോക്താം, അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നഹി റോക്താ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തടയുന്നില്ല. ബൽക്കെ മറിച്ച് അല്ലാഹു തആല തോ ഇൻസാഫ് കർണേ വാലോं को ദോസ്ത് രഖ്താ ഹെ, മറിച്ച് അവരോട് നിങ്ങൾ കൂടുകയാണ് വേണ്ടത്, അവരോട് നല്ല നിലക്ക് പെരുമാറുകയാണ് വേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസാഫ് കർണേ വാലോं को, നീതിയുക്തമായി പ്രവർത്തിക്കുന്നവരോട്, നീതി ചെയ്യുന്നവരോട് ദോസ്ത് രഖ്താ ഹെ, കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ജിഹാദ് എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളോട് മാത്രമാണ് ജിഹാദ് ചെയ്യേണ്ടത് എന്നാണ് മഹാനായ മൗലാന അബ്ദുൽ വഹാബ് ഖൽജി എന്നിവർ അഭിപ്രായപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത പീരീഡിലൂടെ ആവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.